എല്ലാവർക്കും IQ റാങ്കറിൻ്റെ പുതിയൊരു വീക്ക്ലി കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. 2023-24 വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത് മികച്ച ജില്ലാ പഞ്ചായത്താണ്. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് സെലക്ട് ആയിട്ടുള്ളത് കൊല്ലവും, അതിൽ 2ാം സ്ഥാനം മാത്രമാണ് നമ്മുടെ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്ടാ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. അടുത്തത് ഗ്രാമപഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് സെലക്ട് ആയിട്ടുള്ളത്. അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുകയാണെങ്കിൽ അത് തന്നെയാണ് തിരുവനന്തപുരം തന്നെയാണ്. നഗരസഭ ചോദിച്ചാൽ എന്താണ് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് മികച്ച നഗരസഭയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പേരെന്താണ് വേർപെട്ട് പോയി. അതിലെ ഫസ്റ്റ് വിടയായിട്ട് പറയേണ്ടത് ദേവേന്ദ്ര പ്രധാനാണ്. ആരാണ് ദേവേന്ദ്ര പ്രധാൻ എന്ന് പറയാം. അദ്ദേഹം ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ്. 1999 മുതൽ 2001 വരെ നമ്മുടെ വാജ്പേയി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഗതാഗതം, കൃഷി ആ ഒരു വകുപ്പുകളൊക്കെ ചെയ്തിരുന്ന ഒരു മന്ത്രിയായിരുന്നു നമ്മുടെ ദേവേന്ദ്ര പ്രധാൻ. അതുപോലെ നമ്മുടെ 3 തവണ ഒഡീഷയിലെ BJP പ്രസിഡൻ്റായിരുന്നു. അതുപോലെ ദേവഗഡിൽ 2 തവണ MP ആയി മാറി. അതുപോലെ നിലവിലെ ഒരു ബന്ധം കൂടെ ഉണ്ട്. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവേന്ദ്ര പ്രധാൻ്റെ മകനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് AK പുതുശ്ശേരിയാണ്. പുതുശ്ശേരി ഒരു എഴുത്തുകാരനാണ്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകനാണ്. ഈ മാർച്ച് 16 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം രചിച്ച ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ എന്ന് പറയുന്നത് കൃഷ്ണപക്ഷക്കിളികൾ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ രചിച്ചിട്ടുള്ളത് AK പുതുശ്ശേരിയാണ്. നോവൽ, അതുപോലെ നാടകം, ബാലസാഹിത്യം ഈ തുടങ്ങിയ മേഖലയിലായിട്ട് 96 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതാണ് AK പുതുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി. നെക്സ്റ്റ് അടുത്തായിട്ട് പറയാനുള്ളത് രമാകാന്ത് രഥാണ്. അദ്ദേഹം ഒരു ഒഡിയ കവിയാണ്. ഒഡിയ കവി രമാകാന്ത് രഥ്. അതും മാർച്ച് 16 അന്തരിച്ചത്. പത്മഭൂഷൺ, സരസ്വതി സമ്മാൻ, ബിശ്വ സമ്മാൻ അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒഡീഷ ചീഫ് സെക്രട്ടറി, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും ഈ പറയുന്ന രമാകാന്ത് ദത്ത് വഹിച്ചിട്ടുണ്ട്. കേദേ ദിനാര, ദന്തിക്ത മൃഗയ, സപ്തമ ഋതു, സചിത്ര അന്താര, ശ്രേഷ്ഠ കവിത തുടങ്ങിയവ പ്രശസ്തമായ കൃതികളാണ്. അടുത്ത് പറയാനുള്ള മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ആരാണ്? അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. മാർച്ച് 17 അന്തരിച്ചു. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ 6 സിനിമകൾക്ക് കഥയും 4 അദ്ദേഹം തിരക്കഥയും എഴുതിയിട്ടുണ്ട്. അടുത്ത് പറയാനുള്ളത് P. അപ്പുക്കുട്ടനാണ്. അദ്ദേഹം ഒരു നിരൂപകനാണ്. മാർച്ച് 20 അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയാണ്. അതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അക്ഷഹൃദയം, അതുപോലെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇനി കുറച്ച് ഇൻഷോട്ട് നോക്കാം നമുക്ക്. ഏത് രാജ്യമാണ് 100 കിലോമീറ്റർ അകലെ നിന്ന് മനുഷ്യൻ്റെ മുഖവിശദാംശങ്ങൾ പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുള്ള ചാര ഉപഗ്രഹം നിർമ്മിച്ചത്? ഈ ചാര ഉപഗ്രഹം നിർമ്മിച്ചത് വേറെ ആരുമല്ല. ചൈന. അടുത്തത്, കഴിഞ്ഞ ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച
ഏത് ഇന്ത്യൻ താരമാണ് മാലദ്വീപിനെതിരായ സൗഹൃദ മത്സരത്തിലൂടെ തിരിച്ചെത്തിയത്? കഴിഞ്ഞ ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഏത് ഇന്ത്യൻ താരമാണ് മാലദ്വീപിനെതിരായ സൗഹൃദ മത്സരങ്ങളോട് തിരിച്ചത്? വേറെ ആരുമല്ല, അതാരാണ്? സുനിൽ ഛേത്രിയാണ്. ആരാണ്ട? സുനിൽ ഛേത്രി. അടുത്തത്, ഏത് രാജ്യവുമായുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാർ പുനരാരംഭിക്കാനാണ് ഇന്ത്യ ചർച്ചകൾ തുടങ്ങിയത്? ആരുമായിട്ടാണ്? ന്യൂസിലൻഡുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ എന്താണ് പുനരാരംഭിക്കാനുള്ള ചർച്ചകൾ ഇന്ത്യ എന്ത് ചെയ്തു കഴിഞ്ഞു? തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത നോക്കി, കേരള നാടക സംഗീത അക്കാദമിയുടെ 2024 ഫെലോഷിപ്പ് നേടിയവർ ആരൊക്കെ? കേരള നാടക സംഗീത അക്കാദമിയുടെ 2024 ഫെലോഷിപ്പ് നേടിയവർ ആരൊക്കെയാണ്? ഫസ്റ്റ് ആളെന്ന് പറഞ്ഞാൽ എ അനന്തപത്മനാഭൻ, അദ്ദേഹം ഒരു വീണാ വിദ്വാനാണ്. അത് കഴിഞ്ഞ് പറയുന്നത് കലാമണ്ഡലം സരസ്വതി, അവരൊരു നർത്തകിയാണ്. അടുത്തത് സേവ്യർ പുൽപ്പാട്ട്, അദ്ദേഹം എന്താണ്? ഒരു നാടകകൃത്താണ്. യുദ്ധത്തിലായിരിക്കുമ്പോൾ വിദേശികളെ തടവിലാക്കാനും നാട് കടത്താനും പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഏത് നിയമം ഉപയോഗിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലിയൻ കുടിയേറ്റക്കാരെ എൽ സാൽവദോറിലേക്ക് നാട് കടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു നിയമം ഇതാണ്. 1798 ഏലിയൻ എനിമീസ് എന്ന നിയമം ഉപയോഗിച്ചാണ് അദ്ദേഹം ആ വിദേശികളെ തടവിലാക്കാനും നാട് കടത്താനും ഒക്കെ എന്താണ് ആ ഒരു പ്രസിഡന്റ് അധികാരം ഉപയോഗിച്ചത്. അടുത്ത, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഏതാണ്ട്? ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആയിരുന്നു ചോദിച്ചാൽ ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് എന്ത് ചെയ്തത്? നോർവേയുടെ ഉന്നത ബഹുമതിയായ എന്താണ് ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. അടുത്തത്, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കിയ PMIS മൊബൈൽ ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കിയ എന്താണ്ട PMIS മൊബൈൽ ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത്? നല്ല ക്വസ്റ്റ്യൻ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? അത് മുംബൈ ഇന്ത്യൻസ്. അതാണ്ട മുംബൈ ഇന്ത്യൻസ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? മുംബൈ ഇന്ത്യൻസ്. ആരാണ്? മുംബൈ ഇന്ത്യൻസ്. വീണ്ടും അടുത്ത് പറഞ്ഞു നോക്കി, കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നാണ് ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ? അപ്പോൾ കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഹൊളോസീൻ കാലത്തിൽ എന്താണ് രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ദിവസം നോക്കി, അഷിത സ്മാരക പുരസ്കാരം നേടിയത് ആരാണ്? വേറെ ആരുമല്ല, ആരാണ്? M മുകുന്ദനാണ്. അഷിത സ്മാരക പുരസ്കാരം നേടിയത് M മുകുന്ദൻ. ആരാണ്ട? M മുകുന്ദൻ. അടുത്ത ദിവസം നോക്കി, ഏത് സംസ്ഥാനമാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി ISRO മുൻ ചെയർമാൻ S സോമനാഥിനെ നിയമിച്ചത്? നല്ലൊരു ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനമാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായിട്ട് ISROയുടെ മുൻ ചെയർമാനായിരുന്ന S സോമനാഥിനെ നിയമിച്ചത്? ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. അടുത്ത നോക്കി, ഏത് വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യ താല്പര്യം അറിയിച്ചത്? കോമൺവെൽത്ത് ഗെയിംസ് ഏത് വർഷമാണ് ഇന്ത്യ എന്താണ് വേദിയാകാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്? ഏതാണ്ട 2030. അപ്പോൾ 5 വർഷം കൂടെ കഴിഞ്ഞാൽ എന്താണ് കോമൺവെൽത്ത് ഗെയിംസ് ഇവിടെ നടക്കും, ഇന്ത്യയിൽ നടക്കും അല്ലേ. അടുത്തത്, യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണ്? എന്താണ്? യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട അത് കോഴിക്കോടാണ്. കോഴിക്കോട്. അടുത്തത്, ഈയിടെ ഏത് സംസ്ഥാന നിയമസഭയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കാനുള്ള
കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചത് ആരാണ്ട? മഹാരാഷ്ട്രയാണ്. ഏത് സംസ്ഥാനമാണ്? നിയമസഭയാണ് അല്ലേ. കൊങ്കൺ റെയിൽവേ എന്ത് ചെയ്തു? ആ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്താണ്? ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചത് ആരാണ്ട്? അത് മഹാരാഷ്ട്രയാണ്. ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് 2025 ലോക വനദിനം മാർച്ച് 21 അല്ലെ. ലോക വനദിനം മാർച്ച് 21. അപ്പോൾ അതിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവുമാണ്. എന്താണ്? വനങ്ങളും ഭക്ഷണവുമാണ് അതിൻ്റെ എന്താണ് പ്രമേയമായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.